Hey guys, welcome back to Frack Stories. സമയം 12:45 കഴിഞ്ഞു. കുറച്ച് ലേറ്റ് ആയി പോയി, ബട്ട് ഐ ഫീൽ ഗുഡ്. ഐ ഫീൽ വെരി വെരി ഗുഡ് ആൻഡ് ഐ ഹോപ്പ് യു ഗൈസ് ആർ ഡൂയിങ് ഗുഡ് ആസ് വെൽ. സോ ഇന്ന് ചെറിയൊരു തോട്ടിൽ തുടങ്ങാം. ഞാൻ ആക്ച്വലി ഈ ഫ്രാഗ്രൻസ് റിലേറ്റഡ് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ ഒക്കെ യൂട്യൂബ് ചാനൽസ് ഞാൻ ആക്ച്വലി ഒന്ന് ചെക്ക് ചെയ്തു. ചുമ്മാ ഒന്ന് അറിയണമല്ലോ നമ്മുടെ കൂട്ടത്തിൽ ആരൊക്കെയാണ് വലിയ വലിയ ചാനൽസ് ഒക്കെ ചെയ്യുന്നതെന്ന് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ നോക്കിയപ്പോൾ 5,000, 10,000, 15,000 റേഞ്ച് ഒക്കെയാണ് പല ചാനലിന്റെയും സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കിടക്കുന്നത്. അത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം ഇവിടെ പറയുക, നമ്മുടെ ചാനലിൽ ഇപ്പോഴും 70 സബ്സ്ക്രൈബേഴ്സ്, 71 പേരേ ഉള്ളൂ. ഇത് കാണുന്ന നിങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ കൂടെ ആളുകളിലേക്ക് നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഒരു 100 പേരോ 500 പേര് 1000 പേരൊക്കെ ആവുന്നത് നമ്മളും ഇങ്ങനെ ഡ്രീം ചെയ്യാറുണ്ട്. സോ നിങ്ങൾക്ക് ഈ കണ്ടന്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മൾ പറഞ്ഞു വന്നത്, ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ കൗണ്ടൊക്കെ കണ്ടപ്പോഴാണ് ഈ ഫ്രാഗ്രൻസ് എന്ന് പറയുന്ന ഒരു നീഷ് ഏരിയ, ഇത് നമ്മുടെ നാട്ടിൽ അത്ര അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ആരും. ശരിക്കും പറഞ്ഞാൽ ആളുകൾ ഫ്രാഗ്രൻസിനെ ഒരു സാധാരണ ഒരു കോസ്മെറ്റിക് ഐറ്റം പോലെ തന്നെയാണ് കാണുന്നതെന്നാണ് എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ഇതിപ്പോൾ ഞാൻ പോലും ഈ ഒരു ഹോബിയിലേക്ക് വന്നതിന് ശേഷമാണ് ഈ ഫ്രാഗ്രൻസിനെ ഇങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഓരോ ഫ്രാഗ്രൻസും അത് ശരിക്കും ഒരു ആർട്ടാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. കാരണം ഇങ്ങനെയുള്ള ഡിഫറെന്റ് നമ്മുടെ മെമ്മറി, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു മെമ്മറി ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സോർട്ട് ഓഫ് ഒരു ആർട്ട് പീസ് പോലെയാണ് ചില ഫ്രാഗ്രൻസുകളൊക്കെ. സോ അതിനെ നമ്മുടെ സൊസൈറ്റി, അല്ലെങ്കിൽ നമ്മളത് കൂടുതൽ കുറച്ചുകൂടെ ആളുകളിലേക്ക് ഇത് റീച്ച് ഔട്ട് ചെയ്യണം. കുറേ ആളുകൾ ഇതിനെ അപ്രിഷിയേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫ്രാഗ്രൻസ് വേൾഡ് കുറച്ചും കൂടെ, എസ്പെഷ്യലി നമ്മുടെ കേരളത്തിൽ കുറച്ച് ആളുകളിലേക്ക് കൂടെ റീച്ച് ചെയ്യണം. അങ്ങനെയൊക്കെ റീച്ച് ചെയ്യാനായിട്ട് പറ്റട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ചാനലും അതനുസരിച്ചൊന്ന് ഗ്രോ ആവട്ടെ എന്നൊക്കെ ഞാനും ഒന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോസ് മാക്സിമം കാണുക. കുറച്ച് ഇങ്ങനെ ഫ്രാഗ്രൻസുകൾ സ്നേഹിക്കുന്നവർക്ക് നമ്മുടെ ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻസും കാര്യങ്ങളും ഒക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇതിനകത്ത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെയാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. സോ ഇന്നത്തെ ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് ഒരു ഡിസൈനർ ഫ്രാഗ്രൻസ് ആണ്. കുറെ കാലം മുമ്പിട്ട് ഇത് ഞാനൊരു മാളിൽ പോയപ്പോൾ ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അന്ന് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഒരു 1.5 വർഷത്തിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് പർച്ചേസ് ചെയ്തത്. എനിക്ക് നല്ലൊരു ഓഫർ കിട്ടി. അങ്ങനെയാണ്, നല്ല ഓഫർ ആണോ എന്ന് അറിയില്ല. എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഓഫറാണെന്ന് തോന്നുന്നു. 3700 രൂപയ്ക്കാണ് ഞാനിത് മിന്ത്രയിൽ നിന്ന് വാങ്ങിയത്. സോ ഈ ഫ്രാഗ്രൻസിന്റെ നെയിം ഇവനാണ് ഐറ്റം. ഇത് കാരലിന ഹെരേരയുടെ 212 VIP ബ്ലാക്ക്. ഓക്കെ, സോ ബേസിക്കലി ഞാൻ എന്തുകൊണ്ടാണ് ഇത് വാങ്ങിയത്, അല്ലെങ്കിൽ ഇതിനകത്ത് എന്താണ് ഇത്ര വലിയ സംഭവം എന്നൊക്കെ ചോദിച്ചാല്, ബേസിക്കലി ഈ ഒരു DNA അന്ന് ഇത് ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ തന്നെ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. കാരണം അത് ഇഷ്ടപ്പെട്ടത് വേറൊന്നും കൊണ്ടല്ല, കാരണം ഇത് ഭയങ്കര ഒരു മാസ് പ്ലീസിങ് ആയിട്ടുള്ള, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രഷ് എന്നാൽ കുറച്ചുകൂടെ ഒരു ഡാർക്കർ സൈഡിലേക്കൊക്കെ പോകുന്ന, ഓവർലി സ്വീറ്റ് അല്ലാത്ത ഒരു ഫ്രാഗ്രൻസ് ആണ്. ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഇൻവിക്ടസ് അല്ലെങ്കിൽ ഹവാസ് DNA ഇല്ലേ, ഹവാസ് DNAയുടെ ഒരു മെച്ചുവേർഡ് വേർഷൻ, അല്ലെങ്കിൽ അതിന്റെ ഒരു ഡാർക്കർ വേർഷൻ, അതിനൊരു ഡാർക്കർ. സോ ഹവാസിന്റെ ഡാർക്കർ വേർഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനെ നൈറ്റ് പാർട്ടികൾക്കും, അതുകൂടാതെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഓഫീസിലൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കിത് നമ്മുടെ ഇത് ടെസ്റ്റർ സ്ട്രിപ്പിലേക്ക് ഒന്ന് അടിച്ചൊന്ന് മണത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് തുടക്കം നമുക്ക് കിട്ടുന്നത് ആ ഒരു ഫ്രഷ്നെസ് കിട്ടുന്നുണ്ട്, ആ ഒരു ഫ്രൂട്ടിനെസ് കിട്ടുന്നുണ്ട്. ബട്ട് ഇതൊരു ഓവർലി സ്വീറ്റ് ആയിട്ടുള്ള സാധനമേ അല്ല. അതുകൊണ്ടാണ് കുറച്ചുകൂടെ ഒരു വെൽ റൗണ്ടഡ് ഒരു ഡിസൈനർ ഒരു ടച്ച് ഉണ്ട് ഇതിൽ. നല്ല ക്വാളിറ്റിയും ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആൽക്കഹോൾ ബ്ലാസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന, ഓവർലി സ്വീറ്റ് അല്ലാത്ത ഒരു ലാവൻഡർ ടച്ച് ഒക്കെ ഉള്ള, എന്നാൽ കുറച്ച് ഫ്രൂട്ടിനെസ് ഒക്കെ ഉള്ള, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മാസ് അപ്പീലിംഗ് DNA ആണിത്. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊന്ന് ഡ്രൈ ഡൗണിലേക്കൊക്കെ വരുമ്പോൾ, ഡ്രൈ ഡൗൺ എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് വേർത്തുന്ന, അത്യാവശ്യം ഒരു ഹീറ്റ് ഒക്കെ ഉള്ള സമയത്താണ് നമ്മളിത് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് നല്ല രീതിയിൽ ഇത് പെർഫോമും ചെയ്യും. ഇത് ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇത് പ്രൊജക്റ്റും ചെയ്യും. അത് മാത്രമല്ല, നമ്മളൊന്ന് വേർത്ത് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ ഭീകരമായിട്ട് ഇത് പ്രൊജക്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയും കൂടെ ഉണ്ട്. നീ അങ്ങനെയും ഫീൽ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഒരു 2 hours വരെയൊക്കെ ഇത് പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. ഒരു 6-7 hours വരെയൊക്കെ ഇത് നമ്മുടെ ക്ലോത്തിലും നിൽക്കുകയും ചെയ്യുന്നുണ്ട്, ലോഞ്ചിവിറ്റി. സോ എന്തുകൊണ്ടും പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിലും അതിന്റെ DNA ആണെന്നുണ്ടെങ്കിലും എല്ലാം കൊണ്ടും എനിക്ക് ഇത് ആക്ച്വലി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു DNA ആണ്. ഇനി ഇത് ആർക്കാണ് ഇത് സ്യൂട്ടബിൾ,
ആരെയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണ്, അതിലേക്ക് നമ്മളൊരു പെർഫ്യൂം കളക്ടർ എന്നുള്ള രീതിയിൽ ഇങ്ങനൊരു പെർഫ്യൂം നമ്മുടെ കളക്ഷനിൽ വേണോ എന്ന് ചോദിച്ചാൽ, ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ വൈബ് എന്നൊക്കെ പറയുമ്പം ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എൻതൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരു യങ് ബ്ലഡ്. ലൈക്ക് നമ്മുടെ കോളേജൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ യൂഷ്വലി ഒന്ന് ചില്ല് ചെയ്യുന്ന സമയമുണ്ടല്ലോ, നമ്മുടെ പഠനം എല്ലാം കഴിഞ്ഞു, നമ്മൾ ജോലിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ആ സമയത്താണ് നമ്മൾ ഭയങ്കരമായിട്ട് പല കാര്യങ്ങളും നമ്മൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത്. കുറെ ലൈഫിൽ കുറച്ച് റിസ്ക് ഒക്കെ എടുക്കാനായിട്ട് നമ്മൾ തയ്യാറെടുക്കുന്നത്. ചില ആളുകൾ ബിസിനസ് എന്ന് പറഞ്ഞിട്ട് പോകും, ചില ആളുകൾ ജോലിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും, ചില ആളുകൾ ചില ഹോബിയുടെ പുറകിൽ പോകും. സോ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഡെയറിങ് ആയിട്ടുള്ള ഒരു യങ് മാൻ, അല്ലെങ്കിൽ കുറച്ച് എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള പാഷനേറ്റ് ആയിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള ഒരാൾ യൂസ് ചെയ്യേണ്ട ഒരു DNA ആണ് ആക്ച്വലി ഇത്. നൈറ്റ് പാർട്ടികളൊക്കെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ചില്ല് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഒരു കോൺഫിഡൻസ് നമുക്ക് തരുന്ന, ഇതൊക്കെ അടിച്ചുകൊണ്ട് പോയാൽ നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്ന ആളുകൾ എന്തായാലും നിങ്ങളുടെ ചോദിക്കും, നല്ല കിടിലൻ സ്മെല്ലാടാ, ഇത് എന്താ സാധനം, ഇത് എവിടെ കിട്ടും, എന്താണ് ഈ പെർഫ്യൂം DNA എന്നൊക്കെ ചോദിക്കും നിങ്ങളുടെ അടുത്ത്. കാരണം ഒരു വെൽ റൗണ്ടഡ് കിടിലം പെർഫോമൻസ് ഒക്കെ തരുന്ന കിടിലം സെൻഡ് തന്നെയാണിത്. സോ അങ്ങനെയൊക്കെയുള്ള ഒരു വൈബിലാണ് നിങ്ങളൊന്നുണ്ടെന്നുണ്ടെങ്കിൽ, അവർക്ക് മാത്രമല്ല, നിങ്ങൾ ആക്ച്വലി കുറച്ചുകൂടി ഒരു മെച്ചുവർ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ എനിക്കിത് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. കാരണം എന്താന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന ഞാൻ ആക്ച്വലി നിങ്ങൾക്കറിയാമല്ലോ, ഈ ഹവാസ് DNA ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്ത് അതിനകത്തൊരു ഇൻട്രസ്റ്റ് പോയിരിക്കുന്ന ഒരു സമയത്താണ് ഇത് എൻ്റെ കയ്യിലേക്ക് ഇപ്പൊ കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു മെച്യൂർഡ് വേർഷൻ എന്ന് പറയുമ്പോൾ ആ DNA എനിക്ക് പിന്നെയും കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഇതിനകത്ത് നിന്ന് ബിൽഡ് ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. കാരണം അത്ര മനോഹരമാണിത്. ഒരു ഓവർലി സ്വീറ്റ് അല്ലാത്തത് കൊണ്ടും അതിൻ്റെ ഒരു മിന്റിനെസ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ടും, എസ്പെഷ്യലി ഇതിന്റെ ഡ്രൈ ഡൗൺ കിടിലൻ ഡ്രൈ ഡൗൺ ആണ്. ഇതിന്റെ ആ ഒരു ബബിൾ ഗമി സ്വീറ്റ്നെസ് ഒക്കെ ഇതിനകത്തും ഉണ്ട്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കിടിലമാണ് ശരിക്കും പറഞ്ഞാൽ. സോ എൻ്റെ കളക്ഷനിലേക്ക് ഡെഫിനറ്റ് ആയിട്ട് ഞാൻ ഈ സംഭവം ആഡ് ചെയ്യും. കാരണം എൻ്റെ ഒരു ഫേവറേറ്റ് ബ്രാൻഡ് കൂടിയാണ് ഈ കാലൻ ഹെറേര എന്ന് പറയുന്നത്. കാരണം അതിൻ്റെ ആ NYC men എന്ന് പറയുന്നതാണ് എൻ്റെ ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഡെയിലി ആയിട്ട് യൂസ് ചെയ്യുന്ന, ഓഫീസിൽ ഒരു സിഗ്നേച്ചർ സെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന അതാണ്. ഇനി ഇതിൻ്റെ ഒരു 212 VIP ബ്ലാക്ക് അല്ലാതെ VIP എന്ന് പറയുന്നൊരു പെർഫ്യൂം ഉണ്ട്. അതുകൂടെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം ആക്ച്വലി, അതിൻ്റെ ഒരു വൈബ് എന്താണെന്ന് ഒന്നറിയാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും നല്ലൊരു ബ്രാൻഡാണ്. ഒരുപാട് നല്ല ഓഫറിങ്ങുകൾ കാലൻ ഹെറേരയുടെ ഉണ്ട്. പിന്നെ സോ ബേസിക്കലി അതാണ് എൻ്റെ എന്തായാലും കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്ത് വെക്കും. പിന്നെ ഞാൻ ഈ പറഞ്ഞ ഒരു വൈബിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ എന്താ കളക്ഷൻ ഇരിക്കുമ്പോൾ തന്നെ നല്ല കിടിലം ബോട്ടിലല്ലേ, അടിപൊളി ബോട്ടിലാണ്, കാണാൻ കിടിലമാണ്, നല്ല അടിപൊളി ഒരു മാഗ്നറ്റിക് ക്യാപ്പ് ഉണ്ട്. ഈ ഒരു ആറ്റമൈസർ മാത്രം കുറച്ചുകൂടെ ഓക്കെ ആണ്, എന്നാലും കുറച്ചുകൂടെ വേണമെങ്കിൽ ബെറ്റർ ആക്കാറുണ്ട്. കാരണം ചില സമയത്ത് ഇതിനകത്ത് നല്ലൊരു സ്പ്രേ അങ്ങോട്ട് കറക്റ്റായിട്ട് പോകത്തില്ല. അത് മാത്രമേ ഉള്ളൂ ഒരു പോരായ്മയായിട്ട്. ബട്ട് നിങ്ങളുടെ കളക്ഷനിൽ ഇരുന്നാൽ വെർത്തായിട്ടുള്ളൊരു സെൻ പ്രൊഫൈൽ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നല്ലൊരു എന്തൂസിയാസ്റ്റിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം, ഒരു യങ് മാൻ ലൈക്ക് അങ്ങനെ ഒരു എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള വല്ല പരിപാടികളൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് അടിച്ചിട്ട് അങ്ങോട്ട് പോയാൽ മതി. പരിപാടിയും കിടിലാവും, 4 പേര് നിങ്ങൾക്ക് കോംപ്ലിമെന്റും തരും, കിടില സെൻ പ്രൊഫൈൽ ആണെന്ന് പറയുകയും ചെയ്യും. സോ ഡെഫിനറ്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു കിടിലൻ സെൻ പ്രൊഫൈലാണത്. നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ജസ്റ്റ് ഒരു ഡീക്കൻഡ് വാങ്ങിയിട്ടൊന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ ഡിസൈനർ ഫ്രാഗ്രൻസ് ആയതുകൊണ്ട് തന്നെ 14,000 രൂപ, നോർമലി ഒരു 4,000-5,000 റേഞ്ചിലൊക്കെയാണ് ഇതിന്റെ പ്രൈസിങ് വരുന്നത്. സോ try out a Deacon first, and if you liking this DNA, definitely purchase it, because നിങ്ങൾക്ക് ഷുവറായിട്ട് ഇഷ്ടപ്പെടും. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. ഞാൻ അടുത്ത വീഡിയോയിൽ കിടിലമായിട്ടുള്ള അടുത്തൊരു ഫ്രാഗ്രൻസുമായിട്ട് ഞാൻ വരാം. അതുവരേക്കും ഗുഡ് ബൈ. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം മറന്നു പോരുത്, നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആരെങ്കിലും ഇങ്ങനെ ഒരു ഫ്രാഗ്രൻസ് കണ്ടന്റ് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം നമുക്ക് സബ്സ്ക്രൈബ് അക്കൗണ്ട് വളരെ കുറവാണ്. ഒരു 100 പേരെങ്കിലും നിങ്ങൾ പെട്ടെന്ന് ആഡ് ചെയ്ത് ഇതിലേക്ക് കൊണ്ടുവരണം. സോ ഇത്രയേ ഉള്ളൂ. ഗുഡ് ബൈ.